എന്തായാലും തിരുമേനി രാവിലെ തന്നെ എത്തുമല്ലോ. ആ പിന്നെ വിളിക്കാൻ കാറോ മറ്റോ വയ്ക്കണോ? ആ ശരി ശരി, എന്നാ വെക്കട്ടെ. അപ്പൊ നാളെ കാണാം. ഓ ശരി ശരി ശരി. ആ വിഷ്ണുട്ടാ വാ, കഴിക്കാറായി. ആ കഴിക്കാം. ഞാൻ ശ്യാമയെ കൂടി വിളിച്ചിട്ട് വരാം. ആ ഇതെന്താ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട്? ഒന്നുമില്ല, ഇവിടെ കിടക്കാൻ പോവാ. ഇവിടെയോ? ഇടി, സാധാരണ എല്ലാരും ബെഡ്റൂമിലല്ലേ കിടന്നുറങ്ങുന്നേ? ദേ കുഞ്ഞേച്ചി, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പരിഹാസം വേണ്ട. നിലവിട്ടാ ഞാനെന്തെങ്കിലും പറഞ്ഞു പോവും. കൂടെ പിറപ്പാണെന്നൊന്നും നോക്കില്ല. ശ്യാമേ, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്കും അറിയാവുന്നതാ. ഇനിയിപ്പോ അഥവാ നീ പറയുന്ന പോലെ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ കുറ്റവും കെടുകാരസ്യാണെന്നോ എല്ലാം വെച്ചോ, ഇനിയിപ്പോ എന്തായാലും ചെയ്യാനുള്ളേ? നീ മറുപടി പറ. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞേച്ചി ഏട്ടനെന്നുള്ള എല്ലാ പരിഗണനയും മാറ്റിവെച്ച് ഞങ്ങളെ പരിഹസിക്കാം, അല്ലെങ്കിൽ തലേ ചവിട്ടിക്കോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം ഉണ്ടാവുന്നവരെ ഇവിടെ ഞങ്ങളെയൊക്കെ പോലെ ജീവിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയുടെ കൂടി വീടല്ലേ ഇത്? ഇവിടെ വന്നിട്ട് വരാന്തൊരു തൊഴുത്തിലൊക്കെയാണ് കിടക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നടക്കണ്? നിന്റെ കുഞ്ഞേച്ചിക്ക് തന്നെയല്ലേ? പിന്നെ ഈ രോഹിത് ആരെയും കടന്നാക്രമിക്കുന്ന വന്യമൃഗമൊന്നുമല്ല. അത് നീ ആദ്യം മനസ്സിലായിക്കോ. വിഷ്ണുട്ടാ വേണ്ട. മനുഷ്യന് വെറുതെ മോളെ, നീ ഇതൊക്കെ കാണിക്കുന്നത് പക്വത കുറവുണ്ടാ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയോടുള്ള വാശി തീർക്കാൻ. ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. ശരി, ഞാൻ റൂമിൽ തന്നെ കിടന്നോളാം. പിന്നെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടൻ്റെ അനിയത്തെ പോലെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ നാളെ എൻ്റെയോ അയാളുടെ പേരിൽ ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. ശ്യാമേ,